ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ് ഒരു തമിഴ് പടം മാരീഷൻ എന്ന് പറയുന്ന തമിഴ് മൂവി കണ്ടിട്ടുണ്ടായിരുന്നു. ഫഹദ് ഫാസിലും വടിവേലും ഒക്കെയാണ് പടത്തിനകത്ത് മെയിൻ കാസ്റ്റ് ആയിട്ട് വരുന്നത്. പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സുധീഷ് ശങ്കർ എന്ന് പറയുന്ന ആളാണ്. ആക്ച്വലി പുള്ളി നമ്മുടെ ഏഷ്യാനകത്ത് പരസ്പരം സീരിയലൊക്കെ എടുത്ത ആളാണ്. വില്ലാളി വീരൻ നമ്മുടെ ദിലീപേട്ടനെ വെച്ചുകൊണ്ട് പടം ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് സീരിയലൊക്കെ ചെയ്തത് പറഞ്ഞപ്പോഴത്തേക്ക് ആക്ച്വലി കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആ ഒരു ടൈപ്പ് ഓഫ് എക്സ്പ്രഷൻ ആയിരുന്നു. പടം റൈറ്റ് ചെയ്തേക്കുന്നത് വി കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ആളാണ്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് യുവൻ ശങ്കർ രാജയാണ്. പടം ഇഷ്ടപ്പെട്ടേ, രസമുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര മാസ്മരികമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒന്നും പ്രതീക്ഷിക്കില്ല. നമ്മൾ കണ്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി ടെല്ലിങ്ങും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാവുന്ന കണ്ടൻ്റാണ് പടത്തിനകത്ത് പോയേക്കുന്നത്. ബട്ട് എങ്കിൽ പോലും ഇവരുടെ പെർഫോമൻസ് വൈസ് വെച്ചുകൊണ്ട് പടം ഭയങ്കരമായിട്ട് രസമായിട്ട് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ ഒരു വേറെ ടൈപ്പ് ഓഫ് ഒരു ജേർണി പോലെ ഇങ്ങനെ പോകുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ഫസ്റ്റ് ഹാഫിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കാണ് ഈ ഒരു മെയിൻ പ്ലോട്ട് കയറി വരുന്നതും സെക്കൻഡ് ഹാഫ് കംപ്ലീറ്റ്ലി മാറുന്നതും ക്രൈം ത്രില്ലറൊക്കെ ഷിഫ്റ്റ് ആകുന്നതും ദെൻ ആ ക്രൈം എന്തിനു വേണ്ടി ചെയ്യുന്നു, എന്താണ് അതിൻ്റെ ഒരു മോട്ടീവ് എന്നൊക്കെ കാണിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ്. ഇതിനകത്ത് സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ക്രൈമാണ് കാണിക്കുന്നത്. ഫഹദ് ഫാസിൽ ഇതിനകത്ത് പുള്ളിക്കാരൻ ആക്ച്വലി ഇതിനകത്തൊരു കള്ളനായിട്ടാണ്. അപ്പോൾ കാശ് ഉണ്ടാക്കണം എന്നൊക്കെ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ്. സോ പുള്ളിയുടെ ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കും. ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. ദെൻ വടിവേലുവിൻ്റെ ക്യാരക്ടർ വരുന്നതും വടിവേലുവിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നതും ദെൻ ഞാൻ ഈ പറഞ്ഞ സംഭവത്തിലോട്ട് മാറുന്നതും കണ്ടിരിക്കാൻ രസമാണ്. പിന്നെ ഇതിനകത്ത് ഒരു ഹീറോയിൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇതിനകത്തില്ല. ഇതിനകത്ത് ഇവരുടെ രണ്ടുപേരെയും ഒരു ജേണിയാണ് കാണിക്കുന്നത്. പിന്നെ കോവേശ്വരയുടെ ഒരു ക്യാരക്ടറൈസേഷൻ അത് കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തെ ഒരു പോലീസുകാരായിട്ടാണ് വരുന്നത്. ഭയങ്കരമായിട്ടുള്ള റോളും കാര്യങ്ങളൊന്നുമല്ല. ക്യാരക്ടർ ആ റോള് വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നും വെക്കാം, വേണമെന്നും വെക്കാം. ബട്ട് എങ്കിൽ പോലും പുള്ളിക്കാരത്തി ഉള്ളത് വടിവേലുവിൻ്റെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ പുള്ളിക്കാരത്തി കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു മൂവിയിൽ വരുന്നു. അപ്പം ഇവർക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചുള്ള ഒരു സ്ക്രീൻ പ്രസൻസും അല്ലെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ വരുന്നൊരു മൂവി. അതുകൊണ്ട് നമുക്കിങ്ങനെ ചുമ്മാ കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കോവിശ്വരയിലേക്ക് ഭയങ്കരമായിട്ടുള്ള വലിയ റോളും കാര്യങ്ങളൊന്നുമില്ല. അതാണ് മാരീഷൻ മൂവിയുടെ ഒരു എൻ്റെ പേഴ്സണൽ അഭിപ്രായം. കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ പുതിയ പടത്തിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വാർ 2-ൻ്റെയൊക്കെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കണ്ടു. പക്ഷേ എനിക്കതങ്ങോട്ട് ഭയങ്കരമായിട്ട് റിയാക്ഷൻ ചെയ്യത്തക്ക രീതിക്ക് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. എന്തോ എന്തൊക്കെയോ ഒരു മിസ്സിങ് ഫീൽ തോന്നി. പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ പടമാണെങ്കിൽ എനിക്കൊന്ന് ഈ മന്ത് ലാസ്റ്റ് എന്താണ് ഇറങ്ങുന്നത്. ദെൻ നെക്സ്റ്റ് മന്ത് 2-ാം തീയതി ആണെന്ന് തോന്നുന്നു കൂലിയുടെ ട്രെയിലർ ഇറങ്ങുന്നുണ്ട്. അതെന്തായാലും ഭയങ്കരമായിട്ട് കട്ട വെയിറ്റിംഗ് ഉള്ളൊരു പടമാണ് കൂലി. സോ ഗൈസ്, അപ്പോൾ താല്പര്യമുള്ളവർ പോയി കാണുക. മാരീഷൻ നൈസൊരു മൂവിയാണ്, കണ്ടിരിക്കാം. നൈസൊരു പടമാണ്. സോ ഗൈസ്, അപ്പോൾ അതേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.